ഹായ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ ഒരു സിനിമ കണ്ടു. നാരായണിയുടെ മൂന്ന് ആൺമക്കൾ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫിലിം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ. അപ്പം എനിക്ക് ആ സിനിമയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാര്യം നമ്മൾ പണ്ട് കണ്ടുള്ള തിങ്കളാഴ്ച നല്ല ദിവസം, അല്ലെങ്കിൽ പത്മനാഭൻ സാറിൻ്റെ സിനിമയാണ്. ആ സിനിമയുടെയൊക്കെ ഒരു മോഡൽ, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്നത്തെ ഒരു സമയത്ത് ഇത്രയും ഇത്രയും പീസായിട്ട് ഇത്രയും എന്തോ ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ ആ സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ടത് അതിനകത്ത് പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോയി ചേട്ടനെയാണ്. ജോയി ചേട്ടനെ ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ നായറിനൊക്കെ ശേഷം ജോയി ചേട്ടൻ്റെ ഒരു വേറെ കൈൻഡ് ഓഫ് ഒരു പെർഫോമൻസ്, ഭയങ്കര സെറ്റിലായിട്ടുള്ള ചിരി, ഇല്ലെങ്കിൽ ആൾക്കാരെ നോക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയാണ് ജോയി ചേട്ടൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എഴുതിയിരിക്കുന്നത് ക്യാരക്ടറിൻ്റെ ഒരു സ്ട്രക്ചറൈസേഷൻ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറോട് ഭയങ്കര ഇഷ്ടവും സിമ്പതിയും ഒക്കെ തോന്നും. ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്യാരക്ടറൈസേഷനും എനിക്ക് ഫീൽ ചെയ്തത് ജോയി ചേട്ടനെയാണ്. പിന്നെ സുരായേട്ടനാണെങ്കിലും അലൻസേട്ടനാണെങ്കിലും എല്ലാവരും അവരുടെ റോളുകൾ വളരെ മികച്ചതാക്കി. പക്ഷെ അതിനകത്ത് ഏറ്റവും എനിക്ക് പറയേണ്ടത് രണ്ടുപേരെ കുറിച്ചിട്ടാണ്. അത് ഒന്ന് ഗാർഗി, അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ പുള്ളിക്കാരി പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് നമ്മുടെ തോമസ് മാത്യു, ആതിര എന്ന ക്യാരക്ടറും നിൽക്കുന്നത്, ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഗാർഗി എന്ന ക്യാരക്ടറിൻ്റെ, ഐ മീൻ ആതിര എന്ന ക്യാരക്ടറിൻ്റെ ഫ്രണ്ടായിട്ട് വന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും ഭയങ്കര രസമുണ്ട്. പെർഫോമൻസ് ഭയങ്കര ഫ്രഷായിട്ട് തോന്നി. എന്തായാലും നമ്മൾ ഈ സിനിമ നിങ്ങൾ ആമസോൺ തിയേറ്ററിൽ ഒരു ഭയങ്കര വിജയമായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ആ സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സിനിമകൾക്ക് ഭയങ്കരമായിട്ട് സ്പേസ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള അടിപൊളി കണ്ടന്റുകൾ മലയാളത്തിൽ ഇനിയും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ശരൺ വേണുഗോപാലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ്, ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ. ഈ സിനിമ പറയുന്ന പല ഒരു അണ്ടർലൈൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ആ സിനിമയുടെ പറയുന്ന വിഷയം എല്ലാം ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളാണ്. ഒരുപാട് ഡയലോഗിലൂടെ പറയുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല റിബേറ്റുകൾ ഈ സിനിമയെക്കുറിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമ ആമസോണിൽ നിങ്ങൾ കാണുക. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ കൊടുക്കാൻ പറ്റാത്ത വിജയം നിങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയം എനിക്കില്ല. എന്തായാലും ശരണിൻ്റെ നാരായണയുടെ മൂന്ന് ആൺമക്കൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.